ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതേ നമഃ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. വാൽമീകിർഗിരിസംഭൂതരാമംഭോനിധിസംഗത ശ്രീമന് രാമായണീ ഗംഗാപുനാതുഭുവനത്രയം. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ 43-ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വാൽമീകി രാമായണത്തിലെ രാമാഭിഷേക സംരംഭങ്ങളും അതിനെ വിഘ്നമാക്കിക്കൊണ്ട് ആ അഭിഷേകത്തെ തടയാൻ തക്കവണ്ണം മന്ധര കൈകേയി ചെയ്ത ദുർബോധനങ്ങൾക്ക് നാം കേട്ടു. അതിനുശേഷം അധ്യാത്മരാമായണത്തിലേക്ക് പ്രവേശിച്ചു. അധ്യാത്മരാമായണത്തിലെ അയോധ്യാകാണ്ഡത്തിലെ ആദ്യ സർഗത്തിലെ ദേവർഷിയായ നാരദൻ വന്ന് അയോധ്യയിൽ വന്നിട്ട് ശ്രീരാമനോട് അവതാരോദ്ദേശം മറന്നു പോകരുത് എന്നും അങ്ങയുടെ അവതാരത്തിൻ്റെ പ്രധാന ലക്ഷ്യം രാവണാദിരാക്ഷസന്മാരെ വധിച്ച് ഭൂഭാരം തീർക്കലാണ് എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യാൻ താനത് മറക്കില്ല എന്ന് രാമൻ ഉറപ്പ് കൊടുക്കുകയും ചെയ്യുന്നു. ഇത് ഏറെക്കുറെ വ്യത്യാസമില്ലാതെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലും ഉണ്ട്, നമ്മൾ കണ്ടു. അതിനുശേഷമുള്ള ഭാഗങ്ങൾ അധ്യാത്മരാമായണത്തിൽ എങ്ങനെ വിവരിച്ചിരിക്കുന്നു നോക്കാം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ നാരദാഗമനം എന്നുള്ള ഈ ഭാഗം, നാരദൻ രാമനെ ഇക്കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടി, അവതാര ഉദ്ദേശ്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നു എന്നുള്ള കഥ മറ്റ് രാമായണകാരന്മാരൊന്നും സ്വീകരിച്ചിട്ടില്ല. അത് തുളസീദാസനോ രാമായണ ചമ്പുകാരനോ കമ്പരാമായണത്തിലോ ഒന്നും അത് കാണില്ല. അവരാരും അത് സ്വീകരിച്ചില്ല. അത് കൂടെ പറഞ്ഞു മാത്രം. അതിന് ശേഷമുള്ളത് അഭിഷേക സംരംഭങ്ങളെക്കുറിച്ചാണ്. അവിടെയും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. വാൽമീകി രാമായണത്തിൽ വളരെ വിസ്തരിച്ച് തൻ്റെ അവശതകളെക്കുറിച്ചും രാമൻ്റെ സദ്ഗുണങ്ങളൊക്കെ വിവരിച്ച് രാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ താൻ അഭിലഷിക്കുന്നു. അതിൽ ജനങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് പൗരമുഖ്യന്മാരെയും സാമന്ത രാജാക്കന്മാരെയും അയൽരാജ്യത്തുള്ളവരെയൊക്കെ വളരെ വിസ്തരിച്ച് ക്ഷണിച്ചു കൊണ്ടുവന്ന് വലിയൊരു യോഗം ചേർന്നതായിട്ട് പറയുന്നുണ്ട്. അതൊന്നും ഈ അധ്യാത്മരാമായണത്തിലില്ല. അവിടെ മന്ത്രിമാരൊക്കെ ആയിട്ട് ആലോചിച്ചു എന്നുള്ള ചെറിയ പ്രസ്താവന അല്ലാതെ രാമൻ്റെ ഗുണഗണങ്ങൾ കണ്ടിട്ടു, താൻ ഏറെക്കുറെ വൃദ്ധനായി എന്ന് കണ്ടിട്ടു ദശരഥൻ രാമനെ അഭിഷേകം ചെയ്യാൻ ആലോചിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനെപ്പറ്റി രാമായണം, വാൽമീകി രാമായണം മൂലത്തിലുള്ള അത്രയൊന്നും വിസ്തരിച്ചില്ല എന്നർത്ഥം. അവിടെ തുടക്കത്തിൽ തന്നെ പറയുന്നത് അധരാജാ ദശരഥ കഥാചിന്ദ്രഹസി സ്ഥിതാവശിഷ്ടം സ്വകുലാചാര്യം ആഹൂയേതമഭാഷത. ഒരിക്കൽ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് വസിഷ്ഠനെ, കുലകുലിയായ വസിഷ്ഠനെ വിളിച്ചിട്ട് ദശരഥൻ പറഞ്ഞെന്താണ്, ഭഗവൻ രാമം അഖില പ്രശംസന്തി മുഹുർമുഹു. എല്ലാവരും ഇതാ മുഹുർമുഹു വീണ്ടും വീണ്ടും എൻ്റെ പുത്രനായ രാമനെ പ്രശംസിക്കുന്നു. പൗരാശ്ച നൈകമാ വൃദ്ധ മന്ത്രിണസ്ഥ വിശേഷത തഥാ സർവഗുണോ വേദൻ രാമം രാജീവലോചനം ജ്യേഷ്ഠൻ രാജ്യേഭിഷേക്ഷ്യാമി വൃദ്ധോഹം മുനിപുങ്കഭാം. അല്ലേ മഹർഷേ, വൃദ്ധനായിരിക്കുന്ന ഞാൻ ജനങ്ങളൊക്കെ വാഴ്ത്തുന്നവനായ സദ്ഗുണസമ്പന്നനായ രാമനെ അഭിഷേകം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വയസ്സായല്ലോ. വൃദ്ധോഹം മുനിപുങ്കവ. ഭരതോ മാതുലം ദൃഷ്ടും ഗത ശത്രുഘ്ന സംയുത. ഭരതനാകട്ടെ ശത്രുഘ്നോട് കൂടിയിട്ട് അമ്മാവനെ കാണാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. മടങ്ങി വരുന്നവരെ കാത്തിരിക്കാൻ സമയമില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അഭിഷേക്ഷ്യ സ്വയേവാസു. ഞാൻ കഴിയുന്നത്ര വേഗത്തിൽ രാമനെ അഭിഷേകം ചെയ്യാൻ ആഗ്രഹിക്കും. സ്വയേവ, നാളെ തന്നെ. അതിനു വേണ്ടിയിട്ട് ഉള്ള ഏർപ്പാടുകളൊക്കെ അങ്ങ് ചെയ്യണം. കുലഗുരുവോട് പറയാണ്, ഭവാൻ തച്ചാനുമോദതാം. അങ്ങ് എൻ്റെ അഭിപ്രായത്തെ മാനിച്ചിട്ട് അതിനു വേണ്ടിയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. സംഭാര സംപ്രിയന്താഞ്ചാഗച്ഛ മന്ത്രയ രാഘവം
ഉച്ഛ്രീയന്താം പതാകസ്ഥ നാനാവർണാസവന്തതാം. അഭിഷേകം ദശരഥൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്നർത്ഥം. വാൽമീകി രാമായണത്തിലുള്ളതുപോലെ വലിയ ആലോചനകളോ ജനങ്ങളുടെ അഭിപ്രായങ്ങളും കേൾക്കുന്നതായിട്ടൊന്നും അധ്യാത്മരാമായണത്തിലില്ല. നിശ്ചയിച്ചതിന് ശേഷം അതിന് വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്യണമെന്ന് വസിഷ്ഠനോടും സുമന്ത്രനോടുമൊക്കെ ആവശ്യപ്പെടുകയാണ്. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? എല്ലാ ദിക്കിലും കൊടിക്കൂറകളൊക്കെ ഉയർത്തണം. തോരണാനി വിചിത്രാണി സ്വർണ്ണമുക്താമയാനി വൈ ആഹൂയ മന്ത്രിണം രാജാ സുമന്ത്രം മന്ത്രിസന്തമം. മന്ത്രിമാരിൽ പ്രധാനിയായിരിക്കും സുമന്ത്രനെ വിളിച്ചിട്ട് പറഞ്ഞു എല്ലാ ദിക്കിലും അലങ്കരിക്കണം, തോരണങ്ങളൊക്കെ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചു. അതൊന്നും വളരെ വിസ്തരിക്കുന്നില്ല അധ്യാത്മരാമായണത്തിൽ. ആജ്ഞാവേദി യദ്യത്താം മുനിസ്തത്തൽ സമാനയാ. സുമന്ത്രൻ മുതൽ ആൾക്കാരോട് എന്ത് പറഞ്ഞു? നിങ്ങളെല്ലാവരും ഈ കുലഗുരുവായ വസിഷ്ഠ മഹർഷി എന്തെന്താവശ്യപ്പെടുന്നു അതൊക്കെ ഒരുക്കി കൊടുക്കണം എന്ന് പറഞ്ഞു. യൗവരാജ്യേഭിഷേക്ഷ്യാമി ശോഭൂതേരഘുനന്ദനം. ഞാൻ രാമനെ നാളെ അഭിഷേകം ചെയ്യും എന്ന് പറയാം. ഇത് കേട്ടിട്ട് മന്ത്രിമാരൊക്കെ തഥേതി അങ്ങനെ ചെയ്യാം, അപ്പോൾ സന്തോഷമായി നടത്താം. എന്നിട്ട് തമുവാച മഹാതേജ വസിഷ്ഠോ ജ്ഞാനിനാം വരാം. ആ വസിഷ്ഠർ എന്ന സമയത്ത് സുമന്ത്രരോട്, സുമന്ത്രൻ മുതലായ ആൾക്കാരോട്, അജ്ഞാനികളായിരിക്കുന്ന സുമന്ത്രന്മാരോട് പറഞ്ഞു, സ്വപ്രഭാതേ മധ്യകക്ഷേ കന്യകാസ്വർണഭൂഷിത. അതിന് വലിയ വ്യത്യാസങ്ങളൊന്നും വാൽമീകി രാമായണത്തിൽ നിന്ന് വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല. നാളെ മധ്യകക്ഷിയിൽ കന്യകമായി നിൽക്കണം. ഷോഡശ ഗജ 10 ആനകൾ അലങ്കരിച്ച ആനകൾ നിർത്തണം. ഐരാവത കുലോത്ഭവമായ ആനകൾ നിർത്തണം എന്നൊക്കെ ചിലതിക്കുന്നുണ്ട്. ഇവിടെ 2-ാം ശ്ലോകത്തിൽ 10-ാം ശ്ലോകത്തിൽ പറഞ്ഞ ഇത് ഐരാവത കുലോത്ഭവ, ഐരാവതത്തിൻ്റെ അംശത്തിൽപ്പെട്ട. ഐരാവതത്തിന് 4 കൊമ്പിട്ട് എന്ന് പ്രസിദ്ധമാണ്. 4 കൊമ്പൻ ആനയാണ്. അങ്ങനെ ആനകൾ നിർത്തണം. ദിവ്യമാല്യാനി വസ്ത്രാണി ദിവ്യാന്യാഭരണാനി രാ മുനയ സൽകൃത സത്രാദിഷ്ടം ദോഷപാണയ. ഗർഭപ്പുഴൊക്കെ പിടിച്ച മഹർഷിമാരൊക്കെ ഉണ്ടാവണം. ദിവ്യങ്ങളായ മാല്യങ്ങൾ ചേർത്തിട്ട് കന്യകമാരൊക്കെ അണിനിൽക്കണം. ഇങ്ങനെയുള്ള ഒരുക്കങ്ങളെ കുറിച്ചൊക്കെ പറയുകയാണ് ഇതിനെ പറയുന്നത്. ഇതിനെ പറയും ഹസ്തേശ്വരഥപാദാത ബഹിസ്തിഷ്ടം ദുസായുധാം. കൊട്ടാരത്തിന് കൊടുത്തിട്ട് ആയുധപാണികളായിട്ട് കുതിരപ്പടയാളികളും ആനപ്പുറത്ത് കയറിയിരിക്കുന്നവരൊക്കെ വേണം. ഇങ്ങനെയൊക്കെ ഉള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു. അതിനുശേഷം വസിഷ്ഠനോട് പറഞ്ഞു രാമനെ അറിയിക്കണം. ഇപ്പം രാമൻ ഈ നിർദ്ദേശം കൊടുക്കുന്ന സമയത്തൊന്നും രാമൻ അടുത്തില്ല. രാമൻ്റെ മന്ദിരത്തിൽ രാമനെ കൂട്ടിക്കൊണ്ടുവരാനും അദ്ദേഹത്തെ അറിയിക്കാനൊക്കെ സുമന്ത്രൻ ഏർപ്പാട് ചെയ്യാൻ. വസിഷ്ഠനും കൂടെ പോയിട്ട്, വസിഷ്ഠൻ കുലഗുരുവാണ്, കുലഗുരുവായ വസിഷ്ഠനെ നിയോഗിച്ചു. അദ്ദേഹം അന്തപ്രവിശ്യ ഭവനം സ്വാചാര്യ. അദ്ദേഹം രാമമന്ദിരത്തിലേക്ക് ചെന്നു. കുലഗുരുവായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് തടസ്സങ്ങളോ പരിശോധനയൊന്നും ആവശ്യമില്ലല്ലോ. നേരിട്ടകത്ത് ചെന്നു. രാമനാകട്ടെ മുനിമുഖ്യനായ വസിഷ്ഠൻ വന്നു എന്ന് കണ്ടിട്ട് എഴുന്നേറ്റ് വന്ദിച്ചു. പ്രത്യുദ്ഗമ്യ നമസ്കൃത്യ ദണ്ഡവത് ഭക്തി സംയുത. ഭക്തിയോട് കൂടിയിട്ട് കാൽക്കൽ നമസ്കരിച്ചു. എന്നിട്ട് ആ കാല് കഴിയിച്ചു. ആ കാല് കഴിച്ച തീർത്ഥം, ഗുരുവരൻ്റെ കാല് കഴിച്ചതായ ആ തീർത്ഥം തനിക്ക് തളിച്ചു എന്നാണ്. ശിരസാധൃത്വ സീതയാ സഹരാഘവ. സീതയോടുകൂടിയ ശ്രീരാമൻ ആ ഗുരുപാദങ്ങൾ കഴിച്ച വെള്ളം പാദതീർത്ഥം എന്ന് പറയും. പാദതീർത്ഥം ധരിച്ചു. എന്നിട്ട് പറഞ്ഞു, ധന്യോസ്മീത്യബ്രവിൽ രാമ തവ പാദാംബുധാരണാൽ. മഹർഷിയോട് പറയാണ്, അല്ലയോ ഭഗവൻ, അങ്ങയുടെ ഈ പാദതീർത്ഥം ധരിച്ചുകൊണ്ട് ഞാനിതാ ഇന്ന് ധന്യനായി, കൃതകൃത്യനായി, ഭാഗ്യവാനായി എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ വസിഷ്ഠൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതൊക്കെ അങ്ങയുടെ നാട്യം മാത്രമാണെന്ന് എനിക്കറിയാം. ഇത് അധ്യാത്മരാമായണത്തിൽ ഉടനീളം കാണുന്നൊരു സംഗതിയാണ്. ഇനിയും നമുക്ക് കാണാം. അരണ്യകാണ്ഡത്തിലൊക്കെ പല മഹർഷിമാരും വന്നിട്ടാണ് സാക്ഷാൽ മഹാവിഷ്ണുവാണ്, അങ്ങ് മനുഷ്യഭാവത്തിൽ ഇതൊക്കെ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ എന്ന് ആവർത്തിച്ച് പറയും. വസിഷ്ഠനും പറയുകയാണ്, അങ്ങ് യഥാർത്ഥത്തിൽ എന്നെ കാലി കഴിച്ച തീർത്ഥം തെളിച്ചിട്ട് ധന്യനായി എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ സാക്ഷാൽ ശ്രീപരമേശ്വരനും എനിക്ക് തന്നെ പിതാവായിരിക്കുന്ന ബ്രഹ്മദേവൻ പോലും അങ്ങയുടെ പാദതീർത്ഥം സേവിക്കുന്നവരാണ്. എനിക്ക് അങ്ങ് ലോകത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ പറയുന്നു എന്നേ ഉള്ളൂ. ബ്രഹ്മാവിതൽപം പിതാദേഹി പാദതീർത്ഥഹതാശുഭ. ബ്രഹ്മാവും പരമേശ്വരനും തന്നെയും പാപങ്ങളൊക്കെ നീക്കി ശോഭയോടുകൂടി ഇരിക്കുന്നത് അങ്ങയുടെ പാദതീർത്ഥങ്ങൾ സേവിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ടാണ്.
എന്നാലും എനിക്ക് യഥാർത്ഥത്തിൽ അങ്ങനെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് ധ്യാനാമിത്വം പരാത്മാനം ലക്ഷ്മിയാ സംജാതം ഈശ്വരം. അങ്ങ് സാക്ഷാൽ ജഗന്നാഥനായിരിക്കുന്ന വിഷ്ണു ലക്ഷ്മിയോടുകൂടി അവതരിച്ചിരിക്കുകയാണ്. ഇതൊന്നും എനിക്കറിയാത്തതല്ല. ഞാനിവിടെ ഈ ഇക്ഷ്വാകുക്കളുടെ കുലഗുരുവായിട്ട് വന്ന് ഇരിക്കുന്നത് തന്നെ അങ്ങേയായിട്ടുള്ള സേവ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ദേവകാര്യാർത്ഥ സിദ്ധ്യർത്ഥം ഭക്താനാം ഭക്തി സിദ്ധയെ, ഭക്തന്മാർക്ക് ഭക്തിയിലാക്കാൻ വേണ്ടിയിട്ടും ദേവന്മാരുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് രാവണാദി രാക്ഷസന്മാരെ ഒതുക്കാൻ വേണ്ടിയാണ് അങ്ങ് ജനിച്ചതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഏതായാലും നമുക്ക് എന്ത് ചെയ്യാം, പരസ്പരം അറിയുന്നവരാണെങ്കിലും ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കാതെ കാണും. അതൊരു ഒരു നാടകമാണെന്നാണ് പ്രമാണത്തിൽ എല്ലാവർക്കും കാണാം. തഥാപി അതുകൊണ്ട് എന്ത് ചെയ്യാണ്, മുഹ്യന്നോം ധാടയാമ്യഹം, അങ്ങ് സാക്ഷാൽ വിഷ്ണുവാണെന്നുള്ള രഹസ്യം ആരോടും നമുക്ക് പറയാതിരിക്കാം. അങ്ങ് എൻ്റെ ശിഷ്യനും ഞാൻ അങ്ങയുടെ ഗുരുവായിട്ട് ലോകത്തിൽ അഭിനയിക്കാം എന്നാണ് വസിഷ്ഠൻ പറയുന്നത്. ഗുരുഗുരുണാന്തം ത്വം ദേവാപിതൃണന്തം പിതാമഹ. യഥാർത്ഥത്തിൽ എല്ലാ ഗുരുക്കന്മാർക്കും ഗുരുവായിരിക്കുന്ന ആളാണ് അങ്ങ്, സാക്ഷാൽ വിഷ്ണുവായിരിക്കുന്ന അങ്ങ്. പിതൃണന്തം പിതാമഹ, പിതൃക്കൾക്ക് പിതാമഹനാണ്. എന്നാലും ലോകനാട്യത്തിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങയുടെ ഗുരുനാഥനായിട്ടും അങ്ങയുടെ ശിഷ്യനായിട്ടും ഭാവിക്കാം. മനുഷ്യൈവ ലോകസ്മിൻ ഭാസിത്വം യോഗമായ പൗരോഹിത്യമകൻ ധ്യാനേ വിഗർഹ്യം ദുഷ്യജീവനം. ഞാൻ യഥാർത്ഥത്തിൽ ഈ പൗരോഹിത്യം, രഘുവംശക്കാരുടെ പൗരോഹിത്യം ഏറ്റെടുത്ത് തന്നെ അങ്ങനെയായിട്ടുള്ള സംഘം ഉണ്ടാവുമല്ലോ എന്ന് വെച്ചിട്ടാണ്. യഥാർത്ഥത്തിൽ ഈ പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ ദൂഷിതമായ ഒന്നാണെന്ന് പറയാൻ. കാരണം എന്തൊക്കെയായാലും ഒരു വേതനം പറ്റുന്ന ഒരാളായി തീരും പുരോഹിതൻ. പുരോഹിത വൃത്തി അധപ്പതിക്കാൻ പല കാരണമുണ്ട്. കാരണം ജീവനമാർഗമായി തീരും. എന്ന് മാത്രമല്ല, പുരോഹിതന്മാരെ പറ്റി ഉള്ളുകൊണ്ട് ആൾക്ക് വലിയ ബഹുമാനം ഉണ്ടായെന്ന് വരില്ല. എന്നാലും ഞാനിങ്ങനെ ചെയ്തത് എന്തുകൊണ്ടാണ്, അങ്ങനെയായിട്ടുള്ള ബന്ധുത്വം വിചാരിച്ചിട്ടാണ്. അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആകാശം ഗർഹിതമപി, ഗർഹണീയമാണ്, അപലപിക്കപ്പെടുന്നതാണ് ഈ പൗരോഹിത്യ വൃത്തി. എന്നാലും ഞാനത് സ്വീകരിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ചേർച്ച ആഗ്രഹിച്ചിട്ടാണ്. തവ ആചാര്യത്വ സിദ്ധയേ, അങ്ങയുടെ ആചാര്യനായിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സുഖമുള്ളതാണല്ലോ. അതുകൊണ്ട് ഞാനതൊക്കെ ചെയ്തു എന്നേ ഉള്ളൂ. അവിടെ ഏതായാലും തദധീന മഹാമായ സർവലോകൈക മോഹിനി, ഇതൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് ഏതായാലും അങ്ങെന്ത് ചെയ്യരുത്, ലോകത്തെ മുഴുവൻ മോഹിപ്പിക്കുന്നതായ അങ്ങയുടെ മായ എന്നെ മോഹിപ്പിക്കരുത്. ഇതൊക്കെ ഒരു നാട്യമായിട്ട് മാത്രം നമുക്ക് കൊണ്ടു നടക്കാം. എന്നെ ആന്തരികമായി അങ്ങ് മോഹിപ്പിക്കരുത്. പ്രസംഗ സർവമപ്യുക്തന്നെ വാക്യം കുത്ത ഇന്മയാം. ഇതൊക്കെ അറിയെങ്കിൽ കൂടി അങ്ങ് സാക്ഷാൽ വിഷ്ണുവാണെന്നുള്ള കാര്യം ലോകത്തോട് പറയാതിരിക്കാം. ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലൗകിക വൃത്തികളൊന്നും സാധാരണ പോലെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അതുകൊണ്ട് നിത്യപ്രമാണത്തിൻ്റെ സവിശേഷത ഇതാണ്. എല്ലാ ദിക്കിലും ഇനി വരാനിരിക്കുന്ന ഭാഗങ്ങളിലൊക്കെ കാണാം, എല്ലാവരും കൂടി ആസൂത്രണം ചെയ്ത പരസ്പരം അറിയാവുന്നതായ ഒരു നാടകം അഭിനയിച്ച് തീർക്കുന്ന പോലെയാണ് അധ്യാത്മപ്രമാണത്തിലൊക്കെ പറയുന്നത്. ഇനി വരാനിരിക്കുന്ന ഭാഗത്താണ് അനവധി മഹർഷിമാർക്കറിയാം ഇത് സാക്ഷാൽ വിഷ്ണു എന്നറിയാം. അറിയാത്ത ആളാണ് കുറേ അങ്ങോട്ടും എത്തുമ്പോൾ നമുക്ക് വേണം. എല്ലാവർക്കും വാൽമീകി രാമായണത്തിൽ അങ്ങനെയല്ല. 2-4 ദിക്കിൽ വിഷ്ണുവിൻ്റെ അവതാരമാണ് സൂചിപ്പിച്ചു എന്നല്ലാതെ ലോകം മുഴുവൻ സാക്ഷാൽ മഹാവിഷ്ണു വന്ന് പിറന്നാണ് രാമനായിട്ടൊന്നും വിചാരിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികതയുണ്ട് അവിടെ കഥേൻ്റെ ഒഴുക്കിന്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എല്ലാവർക്കും അറിയാം, ആരും അറിഞ്ഞില്ല എന്ന് അടിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ള മട്ടാണ്. ഏതായാലും അഭിഷേകത്തിന് കൊണ്ട് നിൽക്കാമെന്ന് പറഞ്ഞു. രാമനോട് പറഞ്ഞു അങ്ങ് ഉപവാസം ദീക്ഷിക്കണം ഭാര്യയോട് കൂടിയിട്ടെന്ന് നിർദ്ദേശം കൊടുത്തു. അപ്പോൾ കൗസല്യ മുതലായ അമ്മമാരൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ വളരെ സന്തോഷമായിട്ട് ഈ ശുഭമായി നടക്കാൻ വേണ്ടിയിട്ട് പൂജകളൊക്കെ ചെയ്തു. ആ സമയത്ത് അവിടുത്തെ ലക്ഷ്മണൻ വന്നു. രാമോപി ലക്ഷ്മണൻ ദൃഷ്ട പ്രഹസന്നിതമബ്രവീത്. അടുത്ത് രാമൻ്റെ അടുത്തേക്ക് എത്തിച്ചേർന്ന ലക്ഷ്മണനോട് രാമൻ പറഞ്ഞു, സൗമിത്രേ യൗരാജ്യമേ ശോഭിഷേകോഭവിൻഷതി നിമിത്തമാത്രമേവാഹം കർത്താഭോക്താത്വമേവഹി. തൻ്റെ അഭിഷേകം നടക്കാൻ പോകുന്നില്ല എന്ന് അറിയുന്നവനായ രാമൻ ലക്ഷ്മണനോട് പറയാണ്, ഞാനിതിനൊക്കെ ഒരു നിമിത്തം മാത്രമാണ്. യഥാർത്ഥത്തിൽ രാജ്യത്തിൻ്റെ കർത്താവും ഭോക്താവും രാജ്യഭോഗങ്ങളൊക്കെ അനുഭവിക്കുന്നവൻ നീ ആയിരിക്കും. നീ വേണം രാജ്യമൊക്കെ നോക്കാൻ. ഞാൻ ഈ അഭിഷേകത്തിനൊക്കെ വഴങ്ങിക്കൊടുക്കുന്നു ഭാവിക്കുന്നു എന്നേ ഉള്ളൂ എന്നർത്ഥം. വരാനിരിക്കുന്ന കഥയെ സൂചിപ്പിച്ചിട്ട് അഭിഷേകം മുടങ്ങും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് പറയാൻ. അതുകൊണ്ട് മമത്വം ഹിപ്രാണോ അർത്ഥകാര്യാവിചാരണ, നീ എനിക്കാരാണ്? ബഹിസ്തര പ്രാണനാണ്, പുറത്ത് സഞ്ചരിക്കുന്ന പ്രാണനാണ്. സാധാരണയിൽ പ്രാണൻ അവ്യക്തമായും കാണപ്പെടാതെ ഉള്ളിലിരിക്കുന്ന ഒന്നാണ്.
ഇവിടെ പറയാണ്, നീ എൻ്റെ പ്രാണൻ തന്നെയാണ്, പക്ഷെ പുറത്ത് സഞ്ചരിക്കുന്ന പ്രാണനാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ചെയ്തു. എല്ലാവർക്കും വലിയ സന്തോഷമായി. അത്യവാദീത ശ്രദ്ധ കരോത്യവ പ്രതിശ്രുതം. ആ സമയത്ത് ഈ ദേവന്മാർ ചെന്നിട്ട് മന്ധരയോട് പറഞ്ഞു, അങ്ങ് ആ മന്ധരയോടല്ല, ദേവന്മാർ ചെന്നിട്ട് സരസ്വതി ദേവി, വാണിദേവി ആയിരിക്കുന്ന സരസ്വതിയോട് പറഞ്ഞു, അങ്ങ് ലോകകാര്യാർത്ഥമായിട്ട് ആ മന്ധരയുടെ അയോധ്യ രാജധാനിയിലെ കൈകയുടെ ധാത്രിയായി താമസിക്കുന്ന ആ മന്ധരയുടെ നാവിൽ പോയി വസിക്കണം. എന്നാൽ അവളെ കൊണ്ട് ഞങ്ങളുടെ ഇഷ്ടം പറയിപ്പിക്കണം എന്നർത്ഥം. ഞങ്ങൾക്ക് ഇഷ്ടമായ ചില കാര്യങ്ങൾ അവളെ കൊണ്ട് അങ്ങ് പ്രേരിപ്പിച്ച് പറയിക്കണമെന്നാണ്. ഏതസ്മിന്നന്തരേ ദേവ ദേവീം വാണീമോ രോദയൻ. വാണീദേവിയെ, സരസ്വതിയെ പ്രചോദിപ്പിച്ചു. ഗച്ഛദേവീ ഭോ ലോകം അയോധ്യായാം പ്രയന്നത രാമാഭിഷേക വിഘ്നാർത്ഥം യഥസ്വ ബ്രഹ്മവാക്യതാം. ബ്രഹ്മാവിൻ്റെ വാക്യപ്രകാരമാണ്. ബ്രഹ്മാവ് ഇതിന് അനുകൂലമാണ്. സാധാരണ ദേവന്മാർ, ഇന്ദ്രാദേവന്മാർ എന്നിട്ട് സരസ്വതി ദേവിയോട് പറയാണ്, ബ്രഹ്മവാക്യം അനുസരിച്ച് അങ്ങ് രാമാഭിഷേക വിഘ്നാർത്ഥം, രാമൻ്റെ അഭിഷേകത്തിന് വിഘ്നം ഉണ്ടാക്കുമാറ് ആ മന്ധരയെ കൊണ്ട് ചിലതൊക്കെ പറയിക്കണമെന്നാണ്. ഇത് വാൽമീകി പറയാത്തൊരു കാര്യമാണ്. അപ്പോൾ ദേവന്മാരുടെ ഇച്ഛക്കനുസരിച്ച്, ദേവന്മാരുടെ ആജ്ഞയ്ക്കനുസരിച്ചാണ് മന്ധര ഈ ദുർബോധനമൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ പിന്നെ മന്ധരയെ കുറ്റം പറയുന്നതിന് അർത്ഥമുണ്ടോ? അധ്യാപനമാണ്. കാരണം കിളിപ്പാട്ടൊക്കെ കാണുന്നതാണ്, ദുർജന സംസർഗം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നു ചേരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് മന്ധരയുടെ വാക്യങ്ങളൊക്കെ അപലപിക്കുകയും ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ ദേവന്മാരുടെ ഹിതപ്രകാരം അവൾ പറഞ്ഞാണ്. പിന്നെ അവൾക്ക് വ്യക്തിപരമായിട്ട് യഥാർത്ഥത്തിൽ അവർ കുറ്റം പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? പക്ഷെ അങ്ങനത്തെ ഒന്നും ഈ കാവ്യകാരന്മാരൊന്നും ആലോചിക്കുന്നില്ല. ദേവന്മാർ പറഞ്ഞു, അതുകൊണ്ട് ദേവി, വാണീദേവി, സാക്ഷാൽ സരസ്വതി ദേവി മന്ധരയുടെ നാവിൽ ഇരിപ്പുറപ്പിച്ചു. പക്ഷെ അവളിൽ പ്രവേശിച്ചു അർത്ഥം. നാവിൻ്റെ മേലെ ഇരുന്നു എന്ന് അർത്ഥമെടുക്കേണ്ടതില്ല. അതുകൊണ്ട് തതോ വിഘ്നേ സമുൽപ്പന്നേ പുനരേ ഹിതിവം ശുഭേ. ദേവന്മാർ പറയുകയും ചെയ്തു, കാര്യങ്ങളൊക്കെ സാധിച്ചു കഴിഞ്ഞാൽ, മന്ധരയെ കൊണ്ട് ഇതൊക്കെ പറയിച്ചു കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യണം? കൈകേയിലും ചെന്നിരിക്കണം. കൈകേയിയോട് കൊണ്ട് ദശരഥനോടും പറയിക്കണമല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ മന്ധരയാകട്ടെ മന്ധരയിലേക്ക് ആവേശിച്ചു. തഥേത്യുക്ത്വാ തഥാചക്രേ പ്രവിവേശാഥ മന്ധരാം. സരസ്വതി ദേവി മന്ധരയിൽ പ്രവേശിക്കുകയും ചെയ്തു. എന്നിട്ട് ബാക്കിയെല്ലാ കഥകളിലും വ്യത്യാസങ്ങളൊന്നും ആത്മീയമാണായിട്ടില്ല. ആ മന്ധര നഗരത്തിലെ ഘോഷങ്ങളും വലിയ വലിയ അലങ്കാരങ്ങളൊക്കെ കണ്ടിട്ട് അത്ഭുതപരവശമായിട്ട് ഒരാളോട് ചോദിച്ചു, എന്താണ് ഇത്രയൊക്കെ ഘോഷമുള്ളതെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, രാമാഭിഷേകം നടക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ രാമാഭിഷേകത്തെ പറ്റി മറ്റു രാജാക്കന്മാർ അറിയിച്ചെന്നോ ജനകനെയും കൈകേയി രാജാവിനെയും മാത്രം അറിയിച്ചില്ല എന്നൊക്കെ വ്യക്തമായി വരാനിരിക്കുന്ന സൂചനകളൊക്കെ വാൽമീകി നൽകുന്നുണ്ട്. അതൊന്നും അധ്യാത്മരാമായണത്തിലില്ല. അവരങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ അവൾക്ക് ആപ്പാടെ ദേഷ്യം വന്നു മന്ധരയ്ക്ക്. അവളുടെ ആ സരസ്വതി പ്രവർത്തിക്കുകയാണ്. അവൾ ക്രോധയുക്തയായിട്ട് കൈകേയിയോട് എന്നിട്ട് പറഞ്ഞു, നീ എങ്ങനെയുള്ളവളാവള്? യഥാർത്ഥത്തിൽ ത്രിവക്ര, 3 വളവുള്ളവളാണ്. ഗോപാലനായ വ്യാഖ്യാനത്തിൽ കാണാം, അരക്കെട്ടിലും മാറിടത്തിലും കണ്ഠത്തിലും വളവുള്ളത് കൊണ്ടാണ് ത്രിവക്ര നമുക്ക് പേരുള്ളത്. അങ്ങനെയുള്ള കുഞ്ഞി സരസ്വതിയുടെ ആവേശ നിമിത്തമാണ് അവിടെ ചെന്നിട്ട് ധാത്രിയും പപ്രച്ച്. ധാത്രിയോട് ചോദിച്ചു, എന്താണ് ഇവിടെ ബഹളമൊക്കെ എന്ന് ചോദിച്ചു. അപ്പോൾ രാമാഭിഷേകമാണ് നാളെ നടക്കാൻ പോകുന്നത് കേട്ടപ്പോൾ, ശോഭവിഷ്യതിതേന അദ്യ സർവതോലങ്കൃതം പുരം. നാളെ നടക്കാനിരിക്കുന്ന രാമാഭിഷേകത്തിന് മുന്നോടിയായിട്ടാണ് ഈ അലങ്കാരങ്ങളൊക്കെ എന്ന് കേട്ടപ്പോൾ അവൾക്ക് അപ്പോൾ ദേഷ്യം വന്നു. അവിടെ തച്ഛുത്വ ത്വരിതം ഗത്വ എന്നാണ്, വേഗത്തിൽ കൈകേയിയുടെ അടുത്ത് ചെന്നിട്ട് വാക്യമബ്രവീത് ഇങ്ങനെ പറഞ്ഞു. അല്ലയോ ബുദ്ധിയില്ലാത്തവളെ എന്നൊക്കെയാണ് വിളിച്ചത്. രാജ്ഞിക്കാണെങ്കിലും കൈകേയി രാജ്ഞിയാണ്. അവളോട് പറയാണ്, പര്യങ്കസ്താം വിശാലാക്ഷിയും ഏകാന്തേ പര്യവസ്ഥിതാം കിം ശേഷേ ദുർഭഗേ മൂഢേ മഹത്ഭയമുപസ്ഥിതം ജാനീഷേതി സൗന്ദര്യമാനിനീമത്തഗാമിനി. ആനയെപ്പോലെ ആനച്ചന്തം നടക്കുന്നവളർത്ഥം. നീ വരാനിരിക്കുന്ന ആപത്തിനൊന്നും കാണുന്നേ ഇല്ല. സൗന്ദര്യമാനിനി എന്നൊക്കെയാണ്. സൗന്ദര്യത്തിൽ അഹങ്കരിച്ചിട്ട് ഭർത്താവിന് ഞാൻ പ്രിയങ്കരിയാണ്, ഭർത്താവ് എനിക്ക് വശകനാണെന്ന് വിചാരിച്ചിട്ട് നീ ഞാൻ അഹങ്കരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. രാമാഭിഷേകം അടുത്ത് നീ അറിയില്ലേ എന്ന് ചോദിച്ചു. ആദ്യത്തിൽ
വാൽമീകി രാമായണത്തിൽ കാണുന്ന പോലെ കൈകേയിക്ക് സന്തോഷമാണ് തോന്നിയത്. കൈകേയി എന്ത് ചെയ്തു? സഹസ്വത്തായ കൈകേയി പ്രിയവാദിനി തസ്യൈ ദിവ്യം ദദൗ സ്വർണ്ണനൂപുരം രത്നഭൂഷിതം. രത്നമയമായിരിക്കുന്ന ഒരു നൂപുരം, കാൽത്തളാണോ പാദസരം എന്നൊക്കെ പറയാം, അങ്ങനെയുള്ള ഒന്നാണ് ഈ കൂനിക്ക് കൊടുത്തതാണ്. സന്തോഷവാക്യം കേട്ടപ്പോൾ കൈകേയിക്ക് സന്തോഷമായി. ഇപ്പോൾ കൈകേയിയുടെ സന്തോഷവും രാമൻ തനിക്ക് പ്രിയനാണ്, കൗസല്യേക്കാൾ പ്രിയൻ രാമൻ എന്നോടുണ്ട് എന്നൊക്കെ കൈകേയി പറഞ്ഞപ്പോൾ അതൊക്കെ എവിടെയും പറയുന്നുണ്ട്. കൗസല്യാമാം സമം പശ്യൻ സദാ ശുശ്രൂഷ തൈഹിമാം, എപ്പോഴും എന്നെ ശുശ്രൂഷിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുക. അല്ലയോ കുബ്ജ, നീ എന്തിനാണ് വിഷമിക്കുന്നതാണ്? വിഷസാദാസ കുബ്ജാം കാരണവൈരിണി. ഈ കൈകേയിയുടെ ആനന്ദപ്രകടനവും രാമാഭിഷേകത്തിൽ കൈകേയിക്ക് സന്തോഷമാണുള്ളതെന്ന് കണ്ടപ്പോൾ ആ മന്ത്രിക്ക് സഹിച്ചില്ല. അവൾ വീണ്ടും പറഞ്ഞു, നിനക്ക് യഥാർത്ഥത്തിൽ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനായിട്ടില്ല. കാമുകോ അതഥ്യവാദീത ത്വംബാരാ പരിതോഷയൻ. നിൻ്റെ കാമുകനാണ്, നിന്നോട് പ്രിയമുള്ളവനാണെന്ന് വിചാരിക്കുന്ന രാജാവ് നിന്നെ ഇതാ അപമാനിക്കുകയും പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. കാരണം നിൻ്റെ മകനെ കേകയത്തിലേക്ക് പറഞ്ഞയച്ചു, ഭരതനെ പറഞ്ഞയച്ചു. അതിനുശേഷം പ്രേഷയാമാസതേ സുതം ഭരതം മാതുലകുലേ സാന്നിധ്യം. ശത്രുഘ്നോട് കൂടിയിട്ട് ഭരതനെ കേകയത്തിലേക്ക് പറഞ്ഞയച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ അഭിഷേകം നിശ്ചയിക്കുന്നു. അതിൽ വിചാരിച്ച് നോക്കിയാൽ തന്നെ വലിയ ആപത്തുണ്ടെന്ന് നീ മനസ്സിലാക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ സുമിത്രയ്ക്കോ വിഷമൊന്നും വരില്ല. കാരണം സുമിത്രയ്ക്ക് 2 മക്കളാണല്ലോ. അതിൽ ലക്ഷ്മണൻ എപ്പോഴും രാമൻ്റെ കൂടെയാണ്. അതുകൊണ്ട് രാമനെ അഭിഷേകം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ സന്തത സഹചാരിയായ ലക്ഷ്മണന് ലഭിക്കാതിരിക്കില്ല. നിൻ്റെ മകൻ്റെ കാര്യം കഷ്ടാവും, നിൻ്റെ കാര്യം നിൻ്റെ മകനെ അപമാനിക്കുകയാണ് ചെയ്യുന്നതൊക്കെ സാമാന്യം വിസ്തരിച്ചിട്ട് പറഞ്ഞുകൂടെ. അതുപോലെ സാപജ്ഞ മത്സരത്തെ ഉദ്ദീപിപ്പിക്കാന്നൊക്കെ വണ്ണം പറഞ്ഞു. നീ കൗസല്യാമാതാവിനോട് പണ്ട് അഹങ്കാരം കൊണ്ട് പല ദേഷ്യവും നിന്ദയും ചെയ്തിട്ടുണ്ടാവാം, അവളതൊന്നും പ്രതികാരം ചെയ്യാതിരിക്കില്ല. അതുകൊണ്ട് നിൻ്റെ കാര്യം വളരെ കഷ്ടമാണ്. ഇതൊന്നും അറിയാതെ നീ ഗർവിഷ്ഠയായിട്ടും ഞാൻ വലിയ അഭിമാനിയാന്ന് വിചാരിച്ചിരിക്കുകയാണല്ലോ. നാളെ എന്ത് ചെയ്യാം? വിവാസ്യദേവ നഗരാൽ പ്രാണൈർവാഹ്യാപേജിലാൽ. നിൻ്റെ മകനെ നാട്ടിൽ നിന്ന് അടിച്ചോടിച്ചു എന്ന് വരാം, ചിലപ്പോൾ വധിച്ചു എന്ന് വരാം. നീ എന്ത് ചെയ്യണം? ഈ രാമനെ കാട്ടിലേക്കാനും നിൻ്റെ മകനെ അഭിഷേകം ചെയ്യാനും വേണ്ടതായ സംഗതികളൊക്കെ ചെയ്യണം. അതെനിക്കറിയാമെന്നാണ്. അതിന് ഉപായമൊക്കെ ഞാൻ പറഞ്ഞുതരാമെന്നാണ്. ഉപായം ദേ പ്രവക്ഷ്യാമി പൂർവമേവ സുനിശ്ചിതം. പണ്ടേ കണ്ടിട്ടുള്ളതായ ഉപായം ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. അപ്പോൾ നേരത്തെ വാൽമീകി രാമായണത്തിൽ ഇവള് ഉപായം എന്ന് പറഞ്ഞപ്പോൾ കൈകേയി ചോദിച്ചപ്പോഴേ പറഞ്ഞുള്ളൂ. ഇവിടെ ഈ മന്ത്രൻ ആദ്യം തന്നെ പറയാൻ പുരാ ദേവാസുരേ യുദ്ധേ രാജാ ദശരഥ സ്വയം. എന്താ ഉപായമുള്ളത്? പണ്ട് ദേവാസുര യുദ്ധത്തിൽ ദശരഥൻ ദേവന്മാരെ സഹായിക്കാനായിട്ട് സ്വർഗരാജ്യത്ത് പോയ സമയത്ത് ഗംഭീരമായ യുദ്ധം നടന്നു. ജഗാമസേനയാ സാർദ്ധം ത്വയാ സഹശുഭാനനെ. സുന്ദരി എന്നൊക്കെ പറയാൻ നിന്നെയും കൂട്ടിയിട്ടാണ് ദശരഥ യുദ്ധത്തിന് പോയിരുന്നത്. ഇതൊക്കെ നീ തന്നെ എന്നോട് പണ്ട് പറഞ്ഞിട്ടാണ്, പക്ഷെ നീ ഇതൊക്കെ മറന്നുപോയി, ഞാനതൊക്കെ ഓർമ്മിക്കുന്നില്ലെന്നാണ്. എന്നിട്ട് എന്ത് ചെയ്തു? യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. യുദ്ധം പ്രകൃതസ്തസ്യ രാക്ഷസൈ സഹധന്യുനാം. രാക്ഷസന്മാരോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. അദ്ദേഹം വളരെയധികം ക്ഷീണിച്ചു. അദ്ദേഹത്തിൻ്റെ തദാക്ഷകീലോന്യപതൽ ഛിന്നസ്തസ്യവേദസാം. ഈ വാൽമീകി രാമായണത്തിൽ വ്യത്യസ്തമാണ്. വാൽമീകി രാമായണത്തിൽ നമ്മൾ കണ്ടു ദശരഥൻ ക്ഷീണിച്ചപ്പോൾ ക്ഷീണിച്ചിടക്കുന്ന അദ്ദേഹത്തെ അസുരന്മാർ കൊല്ലാക്കാനിടയുണ്ടെന്ന് കണ്ടിട്ട് കൈകേയി എങ്ങനെയൊക്കെയോ അദ്ദേഹത്തെ ദൂരേക്ക് കൊണ്ടുപോയി ശുശ്രൂഷിച്ചു എന്നാണ്. ഈ ക്ഷീണമൊക്കെ മാറ്റി എന്നുള്ളതേ അവിടെ പറഞ്ഞല്ലോ. ഇവിടെയൊക്കെ പറയുന്നത് ഈ തേർച്ചക്രത്തിൻ്റെ ആണി ഊരിപ്പോയി എന്നാണ്. അതുകൊണ്ടാണ്. അപ്പോൾ തേരിൻ്റെ ആണി ഊരിപ്പോയി കഴിഞ്ഞാൽ പിന്നെ തേര് നന്നായിട്ട് ഓടിക്കാൻ കഴിയില്ല. തേരിൽ യുദ്ധം ചെയ്ത് ഞങ്ങൾക്ക് പല വിഷമം ഉണ്ടാവും, അയാൾ തോൽക്കാൻ വരെ ഇടയുണ്ട്. അത് നീ എന്ത് ചെയ്തു? ത്വന്തു ഹസ്തം സമാവേശ്യ കീലരന്ത്രേതി ധൈര്യത. നീ ധൈര്യത്തോടു കൂടി സ്വന്തം വിരൽ ഈ ചാവിയാണി എന്ന് പറയുന്നത്, അഥവാ ഒരുതരം എന്താ പറയുക, ഒരുതരം ആപ്പ് പോലത്തതാണ്. അവിടെ കൈവച്ച് കൊടുത്തിട്ട് ആ ചക്രം തെറിച്ചു പോകാൻ സഹായിച്ചു എന്നാണ്. ഇങ്ങനെയല്ല വാൽമീകി പറഞ്ഞിട്ടുള്ളത്. ഈ കഥയ്ക്കാണ് പക്ഷേ ലോകത്തിൽ ഈ രാമായണത്തിലെ ഈ ഭാഗത്താണ് പ്രസിദ്ധി ലോകത്തുള്ളത്. ഭഗവാനായ വ്യാഖ്യാനത്തിലുള്ളത് അച്യുതണ്ടിലിട്ടിരുന്ന ചാവിയാണി മുറിഞ്ഞു വീണു, അദ്ദേഹം അത് അറിഞ്ഞില്ല. അതിസുന്ദരിയായ നീയാകട്ടെ അതിധൈര്യത്തോടെ ഹസ്തദണ്ഡത്തെ ചാവിയാണി സ്ഥാനത്തിലിട്ട് യുദ്ധാവസാനം വരെ നിന്നു എന്നാണ്. യുദ്ധം അദ്ദേഹം ജയിക്കുകയും ചെയ്തു. അതുവരെ എന്ത് ചെയ്തു? തൻ്റെ വിരൽ ഈ ആണിക്ക് പകരമായി വെച്ചു കൊടുത്തു എന്നാണ്. വളരെ സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നില്ല എന്നർത്ഥം. അത്രയൊക്കെ അതാണ് ധൈര്യം എന്ന് പറയുന്നത്. ഇത്രയൊക്കെ
ഈ ചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുക വിരല് അതിന് അരഞ്ഞുകൊണ്ടിരിക്കും. അതൊക്കെ സഹിച്ചിട്ട് നീ ചെയ്തു. അപ്പോൾ രാജാവിന് സന്തോഷമായി. രാജാവ് ഇതിനോട് 2 വരങ്ങൾ എന്നിൽ നിന്ന് വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. നീ അതിപ്പോൾ എനിക്ക് വേണ്ട, അങ്ങയിൽ തന്നെ ഇരിക്കട്ടെ, ഞാൻ ആവശ്യമുള്ള സമയത്ത് അങ്ങയോട് ഞാൻ 2 വരങ്ങൾ ആവശ്യപ്പെട്ടോളാം എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അതിപ്പോൾ പറയാൻ നടത്തും. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം, ബാക്കിയൊക്കെയുള്ള വാൽമീകരാമായണത്തിലുള്ള പോലെയാണ്. നീ മലിനവസ്ത്രധാരിയായി ക്രോധ കുറച്ചുകൂടി കൂടിയിട്ട് രാജാവ് ഒന്ന് ചോദിച്ചാലും മിണ്ടാതെ വെറും നിലത്ത് പോയി കിടക്കുമോ, ക്രോധാകാരം ചെന്ന് കിടക്കുമോ. രാജാവ് നിനക്ക് വരം തരുമെന്ന് ഉറപ്പാവുകയും നീ എന്താണോ വരം ചോദിക്കുന്നത് അത് തരാമെന്ന് സത്യം ചെയ്ത് പറഞ്ഞാൽ മാത്രമേ നീ കാര്യമൊക്കെ പറയാവൂ. അതിലൊരു വരം കൊണ്ട് രാമനെ 14 വർഷത്തെ കാട്ടിലേക്കാം, 2ാമത്തെ വരം കൊണ്ട് ഭരതനെ അഭിഷേകം ചെയ്യിക്കുകയും ചെയ്യാം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് നല്ല കാലമാവും, നിൻ്റെ മകന് സുരക്ഷിതത്വമുണ്ടാവും എന്നൊക്കെ ആ മന്ത്രം ഉപദേശിച്ചു. ഇതിൽ 1-2 കാര്യങ്ങൾ മാത്രമാണ് വാൽമീകരാമായണമായിട്ട് വ്യത്യാസമുള്ളത്. ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ കൈകേയി എന്ത് ചെയ്തു, ആ മനസ്സോട് കൂടിയിട്ട് അവളുടെ ആ ഉപദേശത്തിനനുസരിച്ച് ക്രോധാകാരത്തിലേക്ക് പോയി എന്ന് പറയാം. അപ്പോൾ കവി പറയുന്നതോ യഥാർത്ഥം ഈ ദുഷ്ടസംസർഗം കൊണ്ടാണ് ഇവളുടെ ബുദ്ധി ഇങ്ങനെ പിഴച്ചു പോയതൊക്കെ. പക്ഷെ ദേവന്മാർ ആവേശിച്ചിട്ടും ദേവന്മാർ പറഞ്ഞിട്ടുമാണ് മന്ദര പറഞ്ഞതെങ്കിൽ പിന്നെ അവളെ കുറ്റം പറയുന്നത് എന്താ അർത്ഥമുള്ളത്? ഒക്കെയാണ് ഇത്തരം വ്യാഖ്യാനങ്ങളുടെ വ്യത്യാസം. കാരണം ദേവന്മാർ പറഞ്ഞാൽ അനുസരിച്ചു, ദേവന്മാരനുസരിക്കും എന്നുള്ളത് തെറ്റാണ് പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ അങ്ങനെയാണ് കവി പറയുന്നത്. അവളെന്ത് ചെയ്തു, അതുകൊണ്ട് ആ ക്രോധാകാരത്തേക്ക് ഇതാണ് വിമിച്ച സർവാഭരണം സർവതോ വിനീര്യത ഭൂമാവേ വശയാനാതും ദൂഷ്ണീമാതിഷ്ടഭാവിനി യാവൽ സത്യം പ്രതിജ്ഞായ രാജോഭീഷ്ടം കരോതിതേ. അത് മന്ത്രിയുടെ വാക്യാണ്. നീ രാജാവിന് നിനക്ക് വരം തരാമെന്ന് ഉറപ്പിച്ച് പറയുന്നവരെ പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അത് കാലം കുറേ കഴിഞ്ഞു, അതിപ്പോൾ പ്രാബല്യത്തിലുണ്ടോ, രാജാവ് അത് പാലിക്കുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ 2 കാര്യം ചോദിച്ചാൽ അങ്ങ് തരുമെന്ന് പറഞ്ഞാൽ മാത്രമേ പറയാവൂ. അങ്ങനെ അവൾ പോയി. ഇത്യുക്ത പ്രയോഗുബ്ജാഗ്രഹം സാവിധനാകരുൾ. എന്നിട്ട് കവി വിസ്തരിച്ച് പ്രസംഗിക്കുകയാണ്. ഇപ്പോൾ ഈ ദുഷ്ടബുദ്ധികളോട് കൂടിക്കഴിഞ്ഞാലുള്ള വിഷമം ഇതാണ്. എത്ര യോഗ്യനായാലും ദുഷ്ടബുദ്ധികളുമായിട്ട് കൂട്ടുകൂടിക്കഴിഞ്ഞാൽ വിഷമമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആ സർഗം അവസാനിപ്പിക്കുന്നത്. ധീരോത്യന്തദയ അന്യതോ വിധൂണാചാരന്യതോ വാധവ നീതിജ്ഞോ വിധിവാദദേശികപരോ വിദ്യാവിവേകോധവാ ദുഷ്ടാനാമതിപാപഭാവിതയാം സംഘം സദാ ഭജേത് തദ്ബുദ്ധ്യാ പരിഭാവിതോ ഭജതി തല്ല സാമ്യം ക്രമേണ സ്ഫുടം. എത്രയധികം ബുദ്ധിമാനാണെങ്കിലും സംസ്കാരസമ്പന്നനാണെങ്കിലും ഏതൊക്കെ തരത്തിലുള്ള യോഗ്യതകളുണ്ടെങ്കിലും ദുർജനങ്ങളുമായിട്ട് കൂട്ടുകൂടിക്കഴിഞ്ഞാൽ അതൊക്കെ വിപരീതമായി തീരും. അവരുടെ ബുദ്ധിയൊക്കെ കെടും. എന്നിട്ട് അവരേത് നിർവൃത്തിക്കും കൂട്ടു നിൽക്കും, നിർവൃത്തി ചെയ്യാൻ മടിക്കില്ല എന്നൊക്കെയാണ് കവി പറയുന്നത്. അതുകൊണ്ടാണ് കൈകേയിക്ക് ബുദ്ധി ഉണ്ടായതാണ്. അവൾ സ്വതേ അത്രയൊന്നും മോശക്കാരിയല്ല എന്നർത്ഥം. അപ്പോൾ ഇങ്ങനെ ദേവന്മാരുടെ താല്പര്യപ്രകാരമാണ് മന്ഥര ചെയ്തതെന്നും അതുപ്രകാരം തന്നെയാണ് കൈകേയി പെരുമാറിയതെന്നും വന്നു കഴിഞ്ഞാൽ പിന്നെ ദേവഹിതത്തിന് വേണ്ടി ചെയ്തതിന് ദോഷമാണെന്ന് പിന്നെ പറയുന്നതിന് അർത്ഥമുണ്ടോ? അതിന് തർജ്ജമയിൽ അപ്പുറശ്ശേരി അപ്പുള്ളിക്കൈ വിളിക്കുന്ന എഴുതുന്നുണ്ട്. അതുകൂടി കേട്ടിട്ട് നമുക്ക് ഈ ഭാഗം സമാപിക്കാം. ധീരൻ ധാർമ്മികൻ അത്യുദാരമതിയാം നിസ്വാർത്ഥ സേവാവരൻ നേരും നീതിയുമൊത്തവൻ വിനയവൻ വിദ്യാവിവേകന്വിതൻ ആരും പാവികളൊത്തുചേർന്നനുദിനം വർത്തിക്കിൽ അത്യാഹിതം ചേരും ചാരുഗുണങ്ങളൊക്കെ ഒഴിവായി പാവിഷ്ടനാകും ക്രമൽ. അതുകൊണ്ട് ഈ കൈകേയും യഥാർത്ഥത്തിൽ തൻ്റെ സദ്ഗുണങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അതൊക്കെ ഒഴിവായിട്ട് ദുഷ്ടബുദ്ധിയായി തീർന്നത് മന്ധരയായിട്ടുള്ള നേർച്ച ഉണ്ടാണെന്ന് പറഞ്ഞിട്ടാണ് എല്ലാ സർഗം അവസാനിക്കുന്നത്. ഇതൊക്കെയാണ് അധ്യാത്മരാമായണത്തിൽ ഈ മന്ധര കൈകേയി സംവാദം അഥവാ മന്ധരയുടെ നിർബോധനത്തെക്കുറിച്ച് പറഞ്ഞത്. ഇതിൽ വലിയ വ്യത്യാസങ്ങളൊന്നും എഴുത്തച്ഛനും വരുത്തിയിട്ടില്ല. മലയാളത്തിലേക്ക് ഏറെക്കുറെ അത് തന്നെ തർജ്ജമ ചെയ്തു. കൂട്ടത്തിൽ ചില സാരോപദേശം പോലെ പറഞ്ഞു, കജ്ജളം പറ്റിയ സ്വർണ്ണവും നിഷ്പ്രഭം എന്ന് പറഞ്ഞു. ഈ അസത്തുക്കളുമായിട്ടുള്ള കൂട്ടുകൊണ്ട് ചളി പറ്റിക്കഴിഞ്ഞാൽ സ്വർണം പോലും പ്രഭയില്ലാത്താവുമല്ലോ.
അതേപോലെ കയ്യെ യഥാർത്ഥത്തിൽ അത്രയും ചീത്തയല്ല, അവളെ ഇങ്ങനെ ദുർബോധനപ്പെടുത്തുക ചെയ്തതെന്നാണ് എത്തച്ഛൻ അധ്യാത്മരാമായണത്തെ അനുബന്ധം പിന്തുടരുന്നേ ഉള്ളൂ. ഇങ്ങനെയാണ് ഈ മന്ധരയുടെ സ്വാധീനത്തെക്കുറിച്ചും മന്ധരയും കയ്യിൽ നിന്നുള്ള സംവാദത്തെക്കുറിച്ചും പറഞ്ഞിട്ടുള്ളത്. ഈ മറ്റ് രാമായണങ്ങളെ സാമാന്യമായിട്ട് നമുക്ക് പരിശോധിച്ച ശേഷം ബാക്കിയുള്ള തുടർന്നുള്ള കഥാഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ അടുത്ത പ്രഭാഷണത്തിൽ രാമായണ ചമ്പൂരും കമ്പരാമായണത്തിലും തുളസീദാസ് രാമായണത്തിലൊക്കെ ഈ ഭാഗങ്ങൾ എങ്ങനെ വിസ്തരിച്ചിരിക്കുമെന്ന് നോക്കാം. തൽക്കാലം ഇവിടെ ഉപസംഹരിക്കുകയാണ്. നമസ്കാരം.